കലോത്സവ ഊട്ടുപുരയിലെ ഒന്നാം ദിവസത്തെ ഒരു സ്പെഷ്യൽ വിഭവമാണ് നവധാന്യ ദോശ. ഈ നവധാന്യ ദോശ ചുടാൻ വേണ്ടി ഒരു കുടുംബം തന്നെ ഒന്നാകെ എറണാകുളത്ത് നിന്നും തൃശ്ശൂരേക്ക് എത്തിയിരിക്കുകയാണ്. ആ കുടുംബത്തോടൊപ്പമാണ് ഇപ്പോൾ ഞാനുള്ളത്. ചേച്ചി, ഈ നവധാന്യ ദോശ ചുടാൻ വേണ്ടി അങ്ങ് എറണാകുളത്ത് നിന്ന് വന്നതാണ്? അതെ അതെ, എറണാകുളത്ത് നിന്ന് ഞങ്ങളിവിടെ വന്ന് ഇത് കിട്ടിയതെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് തിരുമേനി GSP ഞങ്ങളുടെ ഒരു ഫുഡ് മേള ഉണ്ടായിരുന്നു. അവിടെ വന്ന് തിരുമേനി ആയിരുന്നു ഉദ്ഘാടനം. അപ്പോൾ അവിടെ വന്നപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളോടത്ത് ചോദിച്ച് ഇങ്ങനെ കലോത്സവം നടക്കാനുണ്ട്, അപ്പോൾ ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ വന്ന് ചെയ്യുമെന്ന്. അപ്പോൾ ഞങ്ങൾ സന്തോഷമായിട്ട് ഞങ്ങളുടെ ഫാമിലി ഫുൾ സ്വീകരിച്ചു, ഇങ്ങോട്ട് വന്നു. ഇന്നലെ വന്നു. ഇപ്പോൾ രാവിലെ 2:30 തുടങ്ങിയ പണിയാണ്. 10 മണി വരെ ഞങ്ങൾക്ക് നല്ല പണിയുണ്ട്. ആരൊക്കെ വന്നത് ഫാമിലി? അപ്പോൾ ഞാനും എൻ്റെ 3 പിള്ളേരും എൻ്റെ അനിയനും ചേച്ചിയുടെ ഭർത്താവുമുണ്ട്, പിന്നെ എൻ്റെ ഹസ്ബൻഡും. ഞങ്ങൾ ഇത്ര പേരും ആണ് ഫാമിലി ആയിട്ട്. കടയുണ്ട് ഞങ്ങൾക്ക്, ഫാസ്റ്റ് ഫുഡും കാറ്ററിംഗും ഒക്കെ ഉണ്ട് തമ്മനത്ത്. അത് ഞങ്ങൾ 5 പേര് പിള്ളേർ മാത്രമായിട്ട് നടത്തണ ഒരു കാറ്ററിംഗ് സർവീസാണ്. ഇതിന് പ്രിപ്പറേഷനൊക്കെ വന്നിട്ടാണ് നടത്തിയത് ധാന്യങ്ങൾ? അത് വീട്ടിൽ നിന്ന് പകുതി ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ പകുതി എൻ്റെ മക്കൾ ചെയ്തിട്ട് മാവും കൊണ്ട് രാവിലെ വെളുപ്പിന് ഒരു 1 മണിയാകുമ്പോൾ ഇവിടെ എത്തി. എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്ന രീതി? ഇത് നവധാന്യങ്ങളാണ്. നവധാന്യം എന്ന് പറയുമ്പോൾ നവരാത്രിക്ക് ഞങ്ങൾ നവധാന്യം വെച്ചിട്ടാണ് ഭഗവതിനെ പൂജിക്കണം. ഓരോ ഭഗവതിയുടെ ഒരു ഇതിലാണ് നവധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു ഇതാണ് ശരിക്കും കടല, അങ്ങനത്തെ ഒരു കടല, അട്ടാണി, പയറ്, പിന്നെ ചെറുപയർ, വൻപയർ, പിന്നെ ഉളുന്ന്, ഗോതമ്പ്, റാഗി, അരി, ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഈ ദോശയുടെ ഒരു ഫുള്ള് ഇൻഗ്രീഡിയൻസ്. പിന്നെ ഇതിൻ്റെ കൂടെ ഞങ്ങൾ കുരുമുളക്, കായപ്പൊടി, മുളക് അത് അരച്ച്, തേങ്ങ, ഇത് ഇത്രയും കൂടി അരച്ചിട്ടാണ് ഈ ദോശ ഉണ്ടാക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമില്ല, എല്ലാവരും കറി ഒന്നും വേണ്ട. നല്ല അടിപൊളിയായിട്ട് ക്രിസ്പായിട്ട് വന്ന ദോശയാണ്. നല്ല ഒരു എരിവും പുളി എല്ലാം ഉള്ള ദോശയാണ്. ഒന്നും ഇതിന് ചമ്മന്തിയോ ഒന്നും വേണ്ട, സാമ്പാർ ഒന്നും വേണ്ട, ഇതിങ്ങനെ തന്നെ കഴിക്കുക. എന്തായാലും ഇത്തവണത്തെ ഒരു ഒരു സ്പെഷ്യൽ ഐറ്റമാണ് നവധാന്യ ദോശ. ക്യാമറാമാൻ അമർജിത്ത് കൽപ്പറ്റയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്.